നമസ്കാരം. നമസ്കാരം. സർ, നിയമസഭ തെരഞ്ഞെടുപ്പ് വരികയാണ്. 3 മുന്നണികളും സർപ്രൈസ് കാൻഡിഡേറ്റിന് വേണ്ടി തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രത്യേകിച്ച് കോൺഗ്രസിൽ പ്രളയം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ കോൺഗ്രസിൽ മത്സരിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. എന്തായിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത്? ഈ സർപ്രൈസ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റീസിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് സിനിമാ താരങ്ങളെയും കളിക്കാരെയും ഒപ്പം തന്നെ നിലവിൽ മുമ്പ് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മോളെ വരെ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് കിട്ടിയ വിവരം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വിജയസാധ്യത കൂടുമോ, അതോ കോൺഗ്രസിൽ തമ്മിത്തല്ലായി പഴയതുപോലെ എവിടെ എത്തിപ്പെടാതെ പോകുമോ? എന്താണ് അങ്ങയുടെ വിലയിരുത്തൽ? അല്ലാതെ വളരെ ആലോചിച്ചുത്തരം പറയേണ്ട ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഇഷ്യൂ അല്ലിത്. കേരള സമൂഹത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങൾ 2 പതിറ്റാണ്ടായി അല്ലെങ്കിൽ 2.5 പതിറ്റാണ്ടായി നമ്മുടെ സമൂഹത്തിന് വന്നിരിക്കുന്ന അടിസ്ഥാനപരമായ മാനസിക മാറ്റത്തിൻ്റെ പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കാലത്തിൽ ജനങ്ങൾ ഒരാളിന് വോട്ട് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ചിഹ്നം നോക്കി, അല്ലെങ്കിൽ അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്യുന്ന പാർട്ടിയെ നോക്കി. വ്യക്തിത്വത്തിന് എന്നും വിലയുണ്ട്, ഏത് തെരഞ്ഞെടുപ്പിനും വിലയുണ്ടായിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ഇവരുടെ സ്വാധീനം, ജാതി മത രാഷ്ട്രീയ സ്വാധീനം, ഇങ്ങനെ പല ഘടകങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കോൺഗ്രസിന് സെറ്റ് വോട്ട് ഇത്രയുണ്ട്. ധ്രുവീകരിക്കപ്പെട്ട ഒരു രാഷ്ട്രീയമായിരുന്നല്ലോ CPM ഉം കോൺഗ്രസും, അല്ലെങ്കിൽ LDF UDF ഉം. അപ്പോൾ അവിടെ UDF നിശ്ചിതമായ വോട്ടുണ്ട്. എത്ര കുറഞ്ഞാലും UDF കോട്ട് അത്രയും ഉണ്ട്. LDF അങ്ങനെ നിശ്ചിതമായ വോട്ടുണ്ടായിരുന്നു. പിന്നെ ഈ തീരുമാനമെടുക്കുന്ന ഈ ഫ്ലോട്ടിംഗ് വോട്ട്സിൻ്റെ ഒഴുകി നടക്കുന്ന വോട്ടുകളുണ്ടല്ലോ, അവർ ആ സമയത്തനുസരിച്ച് വോട്ട് ചെയ്യും. അവരാണ് ഗവൺമെൻറ്റിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നത്. അതിനകത്ത് വലിയൊരു പങ്കുള്ളത് മധ്യവർഗത്തിനാണ്. ഏതൊരു ഗവൺമെൻറ്റിനെ അധികാരത്തിലെത്തിക്കുന്നതിൽ വലിയൊരു പങ്കുള്ളത് മധ്യവർഗത്തിനാണ്. മധ്യവർഗം ആ കാലികമായ അന്നേരത്തെ അവസ്ഥയ്ക്കനുസരിച്ചാണ് അവർ തീരുമാനമെടുക്കുന്നത്. അവർ പല കാര്യങ്ങൾ നോക്കും. മധ്യവർഗം ഒന്നാം സ്ഥാനാർത്ഥിയുടെ മെറിറ്റ് നോക്കും. പിന്നെ ആ സ്ഥാനാർത്ഥി റെപ്രസെൻ്റ് ചെയ്യുന്ന പാർട്ടി ചെയ്ത സേവനങ്ങൾ നോക്കും. ഭരണകക്ഷിയാണ് മത്സരിക്കുന്നതെങ്കിൽ ഭരണകക്ഷിയുടെ സംഭാവന നോക്കും. അങ്ങനെ ഒരുപാട് കാര്യം നോക്കിയായിരിക്കും മധ്യവർഗം വോട്ട് ചെയ്യുന്നത്. അതാണ് ഒരു വോട്ടിംഗ് പാറ്റേണിൻ്റെ ഞാൻ ഈ പറഞ്ഞത്. ഇപ്പോൾ സംഭവിച്ചെന്താ, ഉദാഹരണത്തിന് ഒരു 40% അല്ലെങ്കിൽ 30% UDF 30% LDF വോട്ടെന്ന് വിചാരിക്കുക. ഒരു സാങ്കല്പിക കണക്കാണ്. ബാക്കി വരുന്ന 40% അപ്പോൾ തുല്യശക്തികളാണ്. ഈ 40%ൽ എത്ര ഷിഫ്റ്റ് ഉണ്ടാകുമെന്ന് നോക്കിയാണ് ഗവൺമെൻറ് വരുന്നത്. ഇപ്പോൾ അത് മാറി. ഇപ്പോൾ ജനങ്ങൾ സ്ഥാനാർത്ഥിയുടെ മെറിറ്റ് നോക്കി വോട്ട് ചെയ്യാൻ തുടങ്ങി. മെറിറ്റ് നോക്കിയാണ് സ്ഥാനാർത്ഥി അവരുടെ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെന്തെല്ലാം പറഞ്ഞാലും തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ശ്രീലേഖ കോർപ്പറേഷൻ മേയറാകും എന്ന് പറഞ്ഞ് തന്നെയാണ് ഇവിടുത്തെ മധ്യവർഗം വോട്ട് ചെയ്തത്. BJPക്ക് കിട്ടുന്ന സ്ഥിരമായ വോട്ട് BJPക്ക് കിട്ടും. Xനെ കൊടുത്താലും Yയെ കൊടുത്താലും കിട്ടും. ശ്രീലേഖയെ മുന്നേ നിർത്തി അവരൊരു തിരഞ്ഞെടുപ്പിന് വന്നപ്പോൾ ശ്രീലേഖ വന്ന് നമ്മുടെ മേയറാകും, അല്ലെങ്കിൽ ട്രിവാൻഡ്രം മേയറാകും, അതിന് വലിയൊരു അഡ്വാൻറ്റേജായിരുന്നു. അത് വെച്ചാണ് വോട്ട് ചെയ്തത്. അതൊരു സത്യമായി. ഇനിയിപ്പോൾ ആര് നിരോധിച്ചാലും നിഷേധിച്ചാലും ഇതൊക്കെ വസ്തുതയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ശ്രീലേഖ എന്ന് പറയുന്ന ആൾ രാഷ്ട്രീയ പ്രവർത്തകയല്ലല്ലോ. പക്ഷേ അവർ ഔദ്യോഗിക സ്ഥാനത്തിരുന്ന് പേരെടുത്ത ഒരു പോലീസ് ഓഫീസറാണ്. അവർക്കൊരു ക്ലീൻ ഹിസ്റ്ററി ഉണ്ട് പോലീസ് സർവീസിൽ. അതിനാണ് അവരെ ശ്രീലേഖയ്ക്ക് വോട്ട് ചെയ്തത്. മറ്റൊരു ഉദാഹരണം പറയാം. താങ്കൾ പാലക്കാടുകാരനാണ്. പാലക്കാട്ട് ഈ ശ്രീധരൻ നിന്നപ്പോൾ ഏതാണ്ട് അദ്ദേഹം ജയത്തിൻ്റെ വക്കിൽ വരെ എത്തി. വോട്ട് കച്ചവടം നടന്നില്ലായിരുന്നെങ്കിൽ ശ്രീധരൻ ജയിക്കുമായിരുന്നു. ശ്രീധരന് ശേഷം എന്താ ഒരു സ്ഥാനാർത്ഥിക്ക് അത് പിടിക്കാൻ കഴിയാതെ വന്ന അദ്ദേഹത്തിൻ്റെ വോട്ടിംഗ് പെർസെൻറ്റേജിന് അടുത്തെങ്കിലും എത്താൻ എന്തുകൊണ്ട് BJPയിലെ നേതാക്കന്മാർ കഴിയുന്നില്ല? കാരണം ശ്രീധരൻ ഒരു പ്രൊഫഷണലാണ്. അദ്ദേഹം ഒരു എഞ്ചിനീയറാണ്, വിദഗ്ധനാണ്. അപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ ലോക പ്രശസ്തനായ ഒരു എഞ്ചിനീയറാണ്. അപ്പോൾ അതിന് കൊടുത്ത വലിയൊരു അംഗീകാരമുണ്ട്. അതിൻ്റെ ജാതിയും മതം രാഷ്ട്രീയമൊന്നുമില്ല. അപ്പോൾ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായിട്ട് ശ്രീധരൻ നേടിയ വോട്ടാണ്. അതിനുശേഷം BJPയിൽ ആരാ? കൃഷ്ണകുമാറല്ലേ നിന്നത്? അല്ലേ? കൃഷ്ണകുമാറല്ലേ നിന്ന്? എന്ത് സംഭവിച്ചു? കൃഷ്ണകുമാറിന് BJPയുടെ വോട്ട് കിട്ടി. പിന്നെ നെഗറ്റീവ് വോട്ട് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിനോടുള്ള അപ്രതിപത്തി കൊണ്ട് കൊടുത്ത കുറേ വോട്ട്. എന്നിട്ടും അദ്ദേഹത്തിന് ശ്രീധരൻ പിടിച്ച വോട്ടിനടുത്തെത്താൻ പറ്റിയില്ലല്ലോ. എന്ന് പറഞ്ഞാൽ ശ്രീധരൻ്റെ ജീവിതത്തിലെ വലിയൊരു കാലഘട്ടം അദ്ദേഹം സമൂഹത്തിന് വേണ്ടി ജീവിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ജീവിക്കുകയായിരുന്നു. കൃഷ്ണകുമാർ അങ്ങനെ ഒരു പ്രൊഫഷണലല്ല. അദ്ദേഹം ഒരു പ്രൊഫഷണൽ പൊളിറ്റീഷ്യനാണ്. പ്രൊഫഷണൽ പൊളിറ്റീഷ്യന്മാരോടുള്ള ജനങ്ങളുടെ അപ്രീതി, അവജ്ഞ അത് വർദ്ധിച്ചു വരികയാണ്. കാരണം ഇവർക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ.
രാവിലെ എണ്ണിക്കുക, ജനസേവനത്തിന് ഇറങ്ങുക. രാവിലെ എണ്ണിച്ച് കൃഷി ചെയ്യാൻ പോകുന്നതിനെ മനസ്സിലാക്കാം, രാവിലെ എണ്ണിച്ച് ആഫീസിൽ പോകുന്നതിനെ മനസ്സിലാക്കാം. ശ്രീലേഖ രാവിലെ എണ്ണിച്ച് ജനസേവനത്തിനല്ലല്ലോ പോയത്, അവർ പോലീസ് ഓഫീസറായിട്ടല്ലേ വർക്ക് ചെയ്തത്. ശ്രീധരനും അങ്ങനെയല്ലായിരുന്നു. അപ്പോൾ അത്തരം സ്ഥാനാർത്ഥികൾക്ക് വലിയൊരു അംഗീകാരമുണ്ട്. ഇത് മനസ്സിലാക്കി CPM ചെയ്തൊരു കാര്യമുണ്ട്. വലിയ കോൺട്രവേഴ്സി ഇല്ലാത്ത ആളുകളെ കൊണ്ടുപോയി അവർ മത്സരിപ്പിക്കാൻ തുടങ്ങി. ഇപ്പോൾ ക്രിസ്റ്റി ഫെർണാണ്ടസിനെ തോറ്റുപോയി, എറണാകുളത്ത് നിർത്തി. അതുപോലെ തന്നെ പിന്നെ സെബാസ്റ്റ്യൻ, നമ്മുടെ പത്രപ്രവർത്തകൻ, അദ്ദേഹത്തിനെ അവിടെ നിർത്തി, അത് ജയിപ്പിച്ചു. അദ്ദേഹം ഒരു CPM, സെബാസ്റ്റ്യൻ പോൾ, അദ്ദേഹം ഒന്നൊരു CPM പ്രവർത്തകനല്ല, ഒരു അനുഭാവി എന്ന് മാത്രമല്ലേ ഉള്ളൂ. ഇന്നസെൻറ്റിനെ കൊണ്ട് ചാലക്കുടി നിർത്തി. ഞാൻ ഈ പറഞ്ഞു വന്നത് ഇതൊന്നും സ്ഥിരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആളുകളെ അല്ല, മറിച്ച് അവരുടെ ഒരു ഇമേജ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫലപ്രദമായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഇതാണ് ഇപ്പോഴത്തെ സമകാലിക രാഷ്ട്രീയം, സമകാലിക സാഹചര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഈ ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത, ആളുകൾ പുച്ഛത്തോടെ കാണുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ നമ്മുടെ സമൂഹത്തിലുണ്ടെന്നുള്ളത് പകൽ പോലെ വ്യക്തമല്ലേ. ഈ 26-ലെ തെരഞ്ഞെടുപ്പ് നോക്കൂ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഉന്നതന്മാർ, മഹാന്മാർ, തോൽപ്പിക്കാൻ കഴിയാത്തവരെന്നൊക്കെ നമ്മൾ പിന്നെ വിചാരിച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ വോട്ടിംഗ് പെർസെൻറ്റേജിൽ കുറവ് വരുന്നത്, പലരും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നത് നമുക്ക് കാണാം. ഈ 26-ൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പലരും പരാജയപ്പെടുന്നത് നമുക്ക് കാണാം, അപ്രതീക്ഷിതമായ ചില തോൽവികളും നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിൽ എന്നോട് ചോദിച്ച ചോദ്യം, കോൺഗ്രസിലേക്ക് സ്ഥാനാർത്ഥികളുടെ പ്രളയം വരുന്നു. കോൺഗ്രസിലേക്ക് മാത്രമല്ല, എല്ലാ പാർട്ടിയിലേക്കും പുതിയ 3 മുന്നണികളും പുതിയ സർപ്രൈസ് കാൻഡിഡേറ്റിനെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയാണ്. പിന്നെന്താ കോൺഗ്രസ് തിരക്ക് വരുന്ന? കോൺഗ്രസ് ഇപ്രാവശ്യം അവരാണ് സ്ഥാനത്തേക്ക് കയറി വരുന്നത്, ഏറ്റവും കൂടുതൽ സീറ്റ് നേടാൻ പോകുന്ന അവരാണ് എന്നാണ് പ്രാബല്യത്തിൽ അവർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, അവർ പറയുന്നതാണ്. ശരിയാണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പോവുകയാണ് എന്ന് മനസ്സിലായി. കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പോവുകയാണ് എന്നൊരു ട്രെൻഡ് ഉണ്ടായത് ഈ ലോക്കൽ ബോഡി ഇലക്ഷനാണ്. ലോക്കൽ ബോഡി ഇലക്ഷനിൽ നമ്മൾ വിചാരിക്കുന്നില്ല കോൺഗ്രസ് വലിയ വിജയമാണ് നേടിയത്. ഗ്രാമപഞ്ചായത്തും മുനിസിപ്പൽ കോർപ്പറേഷനുകളെല്ലാം അവർ വിജയിച്ചു. അപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ ഇരുന്നു കൊണ്ട് നടത്തിയ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് നടത്തിയ തിരഞ്ഞെടുപ്പാണെന്ന് മനസ്സിലാക്കണം. പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് വളരെ ദുർബലമാണ്. കോൺഗ്രസിനൊരു സംഘടനാ ശക്തിയില്ല. CPMന് ശക്തമായ ഒരു സംഘടനയുണ്ട്. അതൊന്നുമില്ലാതെ കോൺഗ്രസ് നേടിയ നേട്ടം നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ പറ്റൂ. വലിയ നേട്ടമാണ് നേടിയത്. അതിനിടയിൽ BJPയുടെ കടന്നുവരവും അങ്ങനെ തന്നെയാണ്. ഇത് രണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭീഷണിയാണ്. അപ്പോൾ കോൺഗ്രസിലേക്ക് സ്ഥാനാർത്ഥികളുടെ തള്ളിക്കയറ്റം കൂടുന്നതിൻ്റെ കാരണം, ഒന്ന്, കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്, വലിയൊരു ജനാധിപത്യ പാർട്ടിയാണ്. അപ്പോൾ അതിലേക്ക് ആർക്ക് വേണമെങ്കിലും വരാൻ പോകാം. അതാണ് കോൺഗ്രസിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ കോൺഗ്രസിൻ്റെ അനുഭാവി എന്ന് പറയുന്ന, കോൺഗ്രസിന് മെമ്പർഷിപ്പ് ഒന്നുമില്ല, അനുഭാവി എന്ന് പറഞ്ഞ ഒരുത്തം വന്നാൽ അവനക്ക് സീറ്റ് കൊടുക്കും. അപ്പോൾ അത്തരം ആളുകൾ, മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആ രംഗത്ത് നിൽക്കുന്നുണ്ട്. നമ്പർ 1. നമ്പർ 2, പല പ്രാവശ്യം ഭാഗ്യം പരീക്ഷിച്ച് പരാജയപ്പെട്ട് അത്യാവശ്യം റിട്ടയർ ചെയ്ത് ജീവിത സായാഹ്നത്തിലെത്തി വീട്ടിലിരിക്കുന്ന ആളുകളുണ്ട്. അത്തരം വന്ധ്യവയോധികരായ ചില ആളുകൾ, അവരുടെ അന്ത്യാഭിലാഷം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അവർ ജനങ്ങളെ സേവിച്ച് ജനങ്ങളെ കണ്ടെടുത്ത ഇവരെ കണ്ടുകൂടാത്ത സാഹചര്യത്തിലാണ് ഇവർ നിൽക്കുന്നത്. പക്ഷേ അവർക്കത് മനസ്സിലാകുന്നില്ലല്ലോ. അവർക്കൊന്ന് ജനത്തിനെ സേവിച്ചേ പറ്റൂ. അങ്ങനെ കുറേ ആളുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കോൺഗ്രസിനകത്ത്. അപ്പോൾ വാർദ്ധക്യ സഹജമായ വീട്ടിൽ വിശ്രമിച്ചുകൊണ്ടിരുന്ന ആളുകളൊക്കെ കോൺഗ്രസിൻ്റെ മീറ്റിംഗ് വരുന്നു. അവിടെ യുവ തുർക്കികളുമായിട്ട് മത്സരിക്കാൻ തയ്യാറായിട്ട് വരുന്നു. അവർ പറയും, നിങ്ങളൊക്കെ ഇപ്പോൾ വന്നല്ലേ ചെറുപ്പക്കാർ, ഇനിയുണ്ടല്ലോ സമയം. ഇനിയുണ്ടല്ലോ സമയം. ഞങ്ങൾ എത്രയോ കാലമായിട്ട് നിൽക്കുക, ഞങ്ങൾ എത്രയോ കാലമായിട്ട് നിൽക്കുന്നത് മന്ത്രിയായിട്ടും MLA ആയിട്ടാണ്, എന്നിട്ടും ഞങ്ങൾക്ക് വീണ്ടും നിൽക്കണമെന്നാണ് പറഞ്ഞത്. ഇത്രയും കാലം നിന്നതിൻ്റെ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ വട്ടപൂജ്യമാണ്. അപ്പോൾ ഇതേ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ, തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്കെല്ലാം ഒരു ഈസി വാക്ക് ഓവർ ഈ തെരഞ്ഞെടുപ്പിന് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് കോൺഗ്രസിലേക്ക് തള്ളിക്കയറ്റം വരുന്നത്. ആയിക്കോട്ടെ, അങ്ങ് നേരത്തെ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ട്രിവാൻഡ്രത്ത് ശ്രീലേഖ മാഡത്തിനെ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കോർപ്പറേഷൻ പിടിച്ചു എന്നാണ് അങ്ങ് പറയുന്നത്. സ്വാഭാവികമായിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ BJP ഇപ്രാവശ്യം ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തും. ചിലപ്പോൾ അത് അദ്ദേഹത്തിനോട് പറയും, ഇദ്ദേഹമാണ് ഇനി ഞങ്ങൾക്ക് സീറ്റ് കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രിയാകുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രമുഖ വ്യക്തിനെ കൊണ്ടുവന്ന് നിർത്തുന്നതായിരിക്കും. അവർ കൃത്യമായിട്ട് വാക്ക് പാലിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവെയുള്ള പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല, ഇന്നത്തെ പത്രം വരെ ശ്രീലേഖ മാഡത്തിനെ കുറിച്ചിട്ടുള്ളതാണ് വാർത്തകൾ. ശ്രീലേഖ മാഡം മേയറാകുമെന്ന് പറഞ്ഞു, ഞാൻ എന്തായാലും വാർഡ് കൗൺസിലറായിട്ട് മുന്നോട്ട് പോകാമെന്നാണ് പറഞ്ഞിരുന്നത്. അത് നമ്മൾ മുമ്പ് ചെയ്ത ഇൻ്റർവ്യൂവിൽ അത് കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞിട്ടുണ്ട്. സാധ്യത കുറവാണ്, കൊടുക്കുന്ന കാര്യത്തിൽ സാധ്യത കുറവാണ്. ഇവർ രണ്ടുപേരും ആവില്ല എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞത്. അതിലൊരാളായി ഇപ്പോൾ മേയറായി.
അപ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയാകും ഒരാൾ എന്ന് പറഞ്ഞിട്ടായിരിക്കും BJP ഒരാളെ മുന്നിൽ നിർത്തിക്കൊണ്ട് കളിക്കാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിശ്വാസം, അതായത് ട്രിവാൻഡ്രത്ത് നടന്ന ഈ ഒരു മാറ്റം ഇത് BJPയെ ബാധിക്കുമോ ഇല്ലയോ? അല്ല, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ 3 മുന്നണികളും മുന്നോട്ട് വെക്കാൻ സാധ്യതയില്ല. ഒരുപക്ഷെ എന്തെങ്കിലും സാധ്യതയുണ്ട് LDFിനേ ഉള്ളൂ. പിണറായി വിജയനായിരിക്കും അടുത്ത മുന്നണിയെ നയിക്കുന്നത്. അദ്ദേഹം ക്യാപ്റ്റനായി, കാരണഭൂതനായി, അങ്ങനെ പല അവതാരങ്ങളെടുത്തിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹമാണ് 2026 ഞങ്ങളെ നയിക്കാൻ പോകുന്നതെന്ന് ധൈര്യമായി പറയാൻ ഉള്ള ഒരു 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 മാനസിക ബലം CPM ഈ തെരഞ്ഞെടുപ്പോടുകൂടി നഷ്ടപ്പെട്ടു. ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നപ്പോഴേ പിണറായി വിജയനെ മുന്നേ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ജയിക്കാൻ കഴിയുമോ എന്നവർക്ക് സംശയം. അത് അവിടെ ഇരിക്കട്ടെ. ഞാൻ ചോദിച്ചത് ഇതാണ്, BJPൻ്റെ മുകളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടോ എന്നുള്ളതാണ് ജനങ്ങൾക്ക്. കാരണം ഇവിടെ ട്രിവാൻഡ്രത്ത് നടന്ന അട്ടിമറി, അതായത് ട്രിവാൻഡ്രത്ത് ഒരു മേയർ സ്ഥാനം നിൽക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇവർ വോട്ട് പിടിച്ച് ഇന്ന് മേയർ എടുത്തിരിക്കുന്നത്, നഗരസഭ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നാളെ ഇത് കേരളത്തിൽ ഇവർ ഇപ്പോൾ BJP കയറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പ്രചരണം നടത്തി ഇവർ നിൽക്കുന്നതുകൊണ്ട് ആ ഒരു വിശ്വാസം ഇല്ലായ്മയാവോ ഇല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഇതിവിടെ വിശ്വാസവഞ്ചനയുടെ പ്രശ്നമൊന്നുമില്ല. ശ്രീലേഖയായിരിക്കും മേയർ എന്ന് BJP ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇത് ജനങ്ങൾ സങ്കല്പിച്ചാണ്, അല്ലെങ്കിൽ അങ്ങനെ ജനങ്ങൾക്ക് തോന്നിയാണ്. തെറ്റ് പറയാനൊക്കത്തില്ല. ജനങ്ങളിൽ അങ്ങനെ ഒരു തോന്നലുണ്ടാക്കാൻ BJPക്ക് കഴിയും. അല്ലാതെ BJP ഞങ്ങളുടെ സ്ഥാനാർത്ഥി ശ്രീലേഖ എന്ന് ഇവിടെ പറഞ്ഞിട്ട് വായിച്ചിട്ടുണ്ടോ? എന്നും പറഞ്ഞില്ലല്ലോ, അത് പറഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു തോന്നൽ ജനങ്ങളുടെ ഇടയിൽ തന്ത്രപൂർവ്വം അവർ സൃഷ്ടിച്ചു, പാർട്ടി സൃഷ്ടിച്ചു. അത് പാർട്ടിയുടെ സ്ട്രാറ്റജി ആയിട്ട് കരുതിയാൽ മതി. അങ്ങനെയാണ് ശ്രീലേഖ വന്നത്. ഒരു കാരണവശാലും BJP ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇന്ന ആളാണ് എന്ന് പറഞ്ഞ് BJP വരില്ല. അത് തന്നെയല്ല, ഇപ്പോൾ ശ്രീലേഖ നിന്നു മത്സരിച്ചു, ശ്രീലേഖ മേയറായി ഇല്ല എന്നാണല്ലോ പ്രശ്നം. അതുകൊണ്ട് വലിയൊരു വഞ്ചന ജനങ്ങളോട് കാണിച്ചു എന്നെങ്ങനെയാണ് പറയാൻ ഒക്കുന്നത്? ഗൗരിയമ്മയാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞല്ലേ LDF ഒരു കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടും എന്നായിരുന്നു മുദ്രാവാക്യം തന്നെ. ഇതെന്ത് സംഭവിച്ചു? ആരെങ്കിലും പറഞ്ഞു ചീറ്റിംഗ് ആണ്? അന്നൊരു ചെറിയ അസ്വസ്ഥതയുണ്ടായി, അതങ്ങ് പോയി എന്നുള്ളതല്ലാതെ കേരള സമൂഹത്തിൽ ഇതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല. അപ്പോൾ ശ്രീലേഖയെ സംബന്ധിച്ചിടത്തോളം അവർ മേയർ സ്ഥാനാർത്ഥിയാകാൻ അനുയോജ്യമായിരുന്നു. അങ്ങനൊരു ഇമേജ് അല്ലെങ്കിൽ അങ്ങനൊരു ധാരണ, ഇമേജ് അല്ല അങ്ങനൊരു ധാരണ സൃഷ്ടിക്കാൻ BJPക്ക് കഴിയും. ഒരുപക്ഷേ ശ്രീമതി ശ്രീലേഖയും വിചാരിച്ചാണ് അവരെ മേയറാക്കുന്നത്. പിന്നെ ഇതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. കാരണം 2-3 കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഇപ്രാവശ്യത്തെ മേയർ സ്ഥാനാർത്ഥിയുടെ പോസ്റ്റ് മേയർ വനിതയ്ക്ക് സംവരണം ചെയ്തിരിക്കുന്നതല്ല. ഡെപ്യൂട്ടി മേയർ വനിതയാണ്. അപ്പം മേയറും ഡെപ്യൂട്ടി മേയറും വനിതയായി വരുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ടാകും. 2, ഈ ശ്രീമതി ശ്രീലേഖയ്ക്കുള്ള എക്സ്പീരിയൻസ് പോലീസിൽ നിന്നുള്ള എക്സ്പീരിയൻസാണ്. അത് പോലീസിനെ ഭരിച്ചുള്ള ഭരണപരിചയമാണ്. പക്ഷേ ട്രിവാൻഡ്രം കോർപ്പറേഷൻ മേയറായിട്ട് വരുന്ന ഒരാൾക്ക് അത്യാവശ്യം രാഷ്ട്രീയത്തിൽ നല്ല മെയ്വഴക്കം വേണം. ഒപ്പം ആളുകളെ കയ്യിലെടുക്കാനുള്ള പ്രത്യേകമായ സിദ്ധി വേണം. അപ്പോൾ ജനകീയ പ്രശ്നങ്ങൾ നേരിട്ട് അനുഭവിച്ചും കണ്ടും അറിഞ്ഞും വരുന്ന ഒരാളായിരിക്കണം എന്ന് പാർട്ടിക്ക് തോന്നിയതിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. BJP മേയർ, ഞാനും ധരിച്ചു വെച്ചിരുന്ന ശ്രീലേഖ മേയറാകും എന്ന് തന്നെയാണ്. പക്ഷേ അവർ തീരുമാനമെടുത്തതിൻ്റെ ഒരു സാധ്യതയാണ് ഞാൻ ഈ പറയുന്നത്. VV രാജേഷ് രാഷ്ട്രീയ പ്രവർത്തകനാണ്, നിരവധി വർഷമായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തിരുവനന്തപുരത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാണ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കൊടുക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഡെപ്യൂട്ടി മേയർ വനിതയല്ലേ, അപ്പം ഭരണപരിചയമില്ലാത്ത ഒരു മേയറും പിന്നെ അതുപോലെ തന്നെ പിന്നെ മെമ്പർമാരായിട്ടിരുന്ന പിന്നെ കൗൺസിലർമാരായിട്ടിരുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിലും അവർ ഡെപ്യൂട്ടി മേയർ ആകുമ്പോഴേ പുതിയ ഒരു ടീമിനെ കണ്ണുമടച്ചേൽപ്പിക്കുന്ന ഒരു പ്രശ്നമാണ് എന്നൊരു പക്ഷേ അവർക്ക് തോന്നിക്കാണാം. അതുകൊണ്ട് അതൊരു വിശ്വാസവഞ്ചനയുടെ പ്രശ്നമെന്ന് രതീഷ് പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ 2026 കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുക? അത് ഒരു പിന്നെ പ്രശ്നം വെച്ചാൽ അത് വലിയൊരു തർക്കത്തിലേക്ക് വരും. ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ആരെയാണ് മുഖ്യമന്ത്രിയായിട്ട് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് എന്നെന്നോട് ചോദിച്ചാൽ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ ഞാൻ പറയും രമേശ് ചെന്നിത്തലയാണ്. എനിക്ക് പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയുടെ പ്രത്യേക താല്പര്യമോ വിരോധമൊന്നുമില്ല. അത് വെച്ചല്ല ഞാൻ ഈ പറയുന്നത്. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? സ്വാഭാവികമായിട്ട് രതീഷ് ചിന്തിച്ച് കാണുമല്ലോ, എങ്ങനെ രമേശ് ചെന്നിത്തല എന്നെങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? രമേശ് ചെന്നിത്തല വളരെ ചെറുപ്പത്തിൽ മന്ത്രിയായ ആളാണ്. പല വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. നല്ല ആഭ്യന്തരമന്ത്രിയായിരുന്നു. ഏറ്റവും കൂടുതൽ വഷളാകുന്ന ആഭ്യന്തരമാണ്. നല്ല ആഭ്യന്തരമന്ത്രിയായിരുന്നു അദ്ദേഹം. ഇതിലുപരിയായിട്ട് നല്ല ഒന്നാന്തരം പ്രതിപക്ഷ നേതാവായിരുന്നു. അപ്പോൾ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ആളാണ്. ഭരണരംഗത്ത് കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. ദീർഘകാലത്തെ
പ്രവർത്തന പാരമ്പര്യമുള്ള ഒരാളാണ്. വളരെ ചെറുപ്പത്തിൽ NSUവിൻ്റെ ദേശീയ പ്രസിഡൻ്റായി, യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായി, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറായി. അത്ര വലിയൊരു ട്രാക്ക് റെക്കോർഡ്, പൊളിറ്റിക്സിൽ അത്രയും വലിയൊരു ട്രാക്ക് റെക്കോർഡ് രമേശ് ചെന്നിത്തലയ്ക്ക് അവകാശപ്പെടാൻ പറ്റുന്ന പോലെ കേരളത്തിൽ ഒരു കോൺഗ്രസ് നേതാവിനും അവകാശപ്പെടാൻ പറ്റില്ല. ആലോചിച്ച് നോക്കിയുള്ള ഒരാൾ പേരുണ്ടെങ്കിൽ പറഞ്ഞു, അവകാശപ്പെടാൻ പറ്റില്ല ഭരണപരിചയം. ഇപ്പോൾ KC വേണുഗോപാലോ അല്ലെങ്കിൽ VD സതീശനേക്കാൾ കൂടുതൽ കാലം അവരാരും മന്ത്രിമാരായിരുന്നിട്ടില്ല കേരളത്തിൽ. കുറച്ചു കാലം KC വേണുഗോപാലിൽ നിന്നും. അപ്പം രമേശ് ചെന്നിത്തലയുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തുമ്പോൾ KC വേണുഗോപാലിനേക്കാൾ കൂടുതൽ ഭരണപരിചയമുള്ള ആളാണ് രമേശ് ചെന്നിത്തല. രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാളാണ് രമേശ് ചെന്നിത്തല. VD സതീശനേക്കാളിലും VD സതീശൻ നേതാവായിരുന്നുള്ളൊരു ചെന്നിത്തല. അപ്പം ചെന്നിത്തലയുടെ ഒരു പ്ലസ് പോയിൻ്റ് അതാണ്. അപ്പോൾ ചെന്നിത്തല മുഖ്യമന്ത്രിയായിട്ട് വന്നാൽ ഈ സംസ്ഥാനത്തെ എങ്ങനെ കൊണ്ടുപോകണം, ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്, ജനങ്ങളുടെ മനോഭാവം എന്താണ്, എങ്ങനെ വേണം ഒരു മുഖ്യമന്ത്രി ഭരിക്കേണ്ടത് എന്ന് പ്രത്യേകിച്ചൊന്നും പറഞ്ഞു കൊടുക്കേണ്ട, അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആപ്റ്റ് ചോയ്സ് രമേശ് ചെന്നിത്തലയാണ്. പിന്നെ അതിനകത്ത് കാണുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മോനിപ്പോൾ കല്യാണം കഴിച്ച് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അവരൊക്കെ കൂടെ ആയിക്കഴിഞ്ഞാൽ അങ്ങ് ഹൈക്കമാൻഡാണ്. അതേ ഉള്ളൂ ഹൈക്കമാൻഡല്ലേ, വേറെ കമാൻഡൊന്നും ഇല്ലല്ലോ. അവരെല്ലാം കൂടെ തീരുമാനിക്കുക അടുത്ത മുഖ്യമന്ത്രി ആര് വേണം. രമേശുമായിട്ട് സോണിയാഗാന്ധിക്ക് എത്ര അടുത്ത ബന്ധമുണ്ടെന്ന് എനിക്കറിയില്ല. നെഹ്റു കുടുംബം ഏറ്റവും അടുത്ത് നിൽക്കുന്നത് KC വേണുഗോപാലുമായിട്ടാണ്. അപ്പോൾ അവർ വിചാരിക്കുകയാണ് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി പദവി സംസ്ഥാനത്തിൻ്റെ നിയന്ത്രണം നമുക്ക് കിട്ടി. പിന്നെ അവർക്ക് ആകെ അഭയകേന്ദ്രം കേരളമാണ്. രാഹുൽജിക്ക് ജയിക്കണമെങ്കിലും പ്രിയങ്കാജിക്ക് ജയിക്കണമെങ്കിലും ഒക്കെ നമ്മുടെ ഇവിടെ വയനാടേ ഉള്ളൂ. UPയിലൊക്കെ ചെന്നാൽ ഈ അടുത്ത UP ഇലക്ഷൻ വരുമ്പോൾ നോക്കി കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താണ്? കെട്ടിവെച്ച കാശ് കിട്ടത്തില്ല. ഇപ്പോൾ ഈ 99 കണ്ടുകൊണ്ടൊന്നും നോക്കണ്ട, അതൊക്കെ വേറെ കളിയാണ്. അതാണ് എൻ്റെ കാര്യം. ഇപ്പോൾ UP തന്നെ ജയിച്ചു വന്ന കോൺഗ്രസ് MPമാർ പലരും RSSകാരാണ്. അതതിൻ്റെ വാസ്തവം. ആ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇവിടെ പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചാൽ, നെഹ്റു ഫാമിലിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് KC വേണുഗോപാൽ. അപ്പോൾ അവരുടെ ഒരു ചോയ്സ് KC വേണുഗോപാലിന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ എതിർക്കത്തില്ലല്ലോ. കാരണം ഒന്നാമത്തെ കാര്യം, ഇവരുടെ ഒരു മനോഭാവം തന്നെ എതിർക്കുന്ന മനോഭാവമല്ലല്ലോ. അവർ ആത്മാഭിമാനം, അന്തസ്സ്, ഇച്ഛാശക്തി എല്ലാം ഈ നെഹ്റു കുടുംബത്തിന് അടിയറ വെച്ച ആളുകളാണ്. അവർ ചോദ്യം ചോദിക്കത്തില്ല, ഒരിക്കലും ഒരു കോൺഗ്രസ്സുകാരനും ചോദ്യം ചോദിക്കത്തില്ല. അതുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലം തൊട്ട് ഈ പാരമ്പര്യമാണ്. അപ്പോൾ KC വേണുഗോപാലിനെ ഞങ്ങൾ അരിയിട്ട് വാഴ്ച നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. നാളെ രാജാവ് KC വേണുഗോപാലെന്ന് പ്രഖ്യാപനം വന്നാൽ അത് സ്വീകരിക്കല്ലേ മാർഗമുള്ളൂ. ആയിക്കോട്ടെ, എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അധിക സമയമില്ല. എന്തായാലും ഒരു 3-4 മാസങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ അടുത്ത മുഖ്യമന്ത്രി ആരാണെന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. UDF എന്നാണോ LDF എന്നാണോ എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. എന്തായാലും BJP ന്ന് ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എത്രയും പെട്ടെന്ന് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അതൊന്നും വരികയാണെങ്കിൽ ആരായാലും കുഴപ്പമില്ല. ആരായാലും നമ്മുടെ കേരളം നല്ല രീതിയിൽ ഭരിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകാം. എന്തായാലും താമസിയാതെ നമുക്കിത് അറിയാൻ പറ്റും. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.